നിങ്ങളെ മനസ്സിലിപ്പോ കാണും ചലഞ്ച് അല്ല സപ്പി എന്തായാലും ഫെയിൽ ആവും. അയ്യോ എന്ന് പറഞ്ഞ രാജെന്താ ഫസ്റ്റമു അല്ല അഞ്ചെണ്ണം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റാറ്റ് ഗഡീസ്. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള്? 4 ദിവസമായില്ലേ നമ്മള് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ? അതെ, ഞങ്ങൾ വ്ലോഗിന് ശേഷം വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ പോയതാണ്. ഒട്ടകപ്പുറത്ത് കയറി അങ്ങനെ ഭാഗ്യായില്ലേ, തണ്ടല്ലേ അടിച്ചിട്ട് വ്ലോഗ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുണ്ടല്ലോ മിക്കൊരു കമന്റ് ചെയ്തിട്ടുണ്ടായി, സപ്പി ഒട്ടകത്തിനെ മേടിച്ചില്ല, സപ്പി ഒട്ടകത്തിന് ഒട്ടകം മണ്ണിക്ക് പൂണ്ടു പോകുന്നൊക്കെയാണ് ഞാൻ കമന്റ് കണ്ടത്. കമന്റിൽ വെച്ചാല് ഒട്ടകപ്പുറത്ത് കയറിയ ഫോട്ടോസ് ഓരോരുത്തർ വിട്ടെന്നേക്കണം. അത് സംഭവിച്ചാൽ ഇത് റേസിംഗ് കുതിരയായിരുന്നു. കുതിര അല്ല, സോറി, ഒട്ടകമായിരുന്നു. റേസിംഗ് ഒട്ടകത്തിന്റെ പുറത്ത് അങ്ങനെ കേട്ടില്ല. അതാണ് പിള്ളേരെ. അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോ, എന്തായാലും ഒരു വ്ളോഗിൽ ഞാൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ടുള്ള ഒട്ടകങ്ങളുണ്ട്, അതിന്റെ പുറത്ത് കയറിയിരിക്കാം. പക്ഷെ റേസ് ചെയ്യണ ഒട്ടകത്തിന്റെ പുറത്ത് വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക്. അതെ, അപ്പൊ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിന്റെ റേസിംഗ് കാണാത്തവര് പോയി കാണണോട്ടാ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ചലഞ്ച് ആയിട്ടാണ്. ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കണം, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലൈക്ക് ചലഞ്ചിന്റെ പേര് എന്താണ്? 7 സെക്കൻഡ് ചലഞ്ച്. അപ്പൊ എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ എഴുതിണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഉണ്ടത്. അപ്പൊ ആരാണ് ആദ്യം തുടങ്ങുന്നത്? ഫസ്റ്റ് ഞാൻ തുടങ്ങാം. അപ്പൊ ചലഞ്ചിന്റെ പേര് 7 സെക്കൻഡ് ചലഞ്ചസ് എന്നാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒരാളോട് ചോദിച്ചിട്ട് 7 സെക്കൻഡിനുള്ളിൽ അത് പറയണം. 7 സെക്കൻഡിന് ശേഷം പറഞ്ഞില്ല അത് ഫ്ലോപ്പ് ആണ്, തോറ്റു. അറിയാലോ? അപ്പൊ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിൽ ആരാണ് ജയിക്കാന്ന്. നിങ്ങളെ മനസ്സിലിപ്പോ കാണും ചലഞ്ച് അല്ല സപ്പി എന്തായാലും ഫെയിൽ ആവും. നോക്കട്ടെ നമുക്ക്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5 രാജ്യങ്ങളുടെ പേര് പറയണം. 5 രാജ്യങ്ങളുടെ പേര് എ വെച്ചിട്ടുള്ള രാജ്യങ്ങളുടെ പേര്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി? 1 2 3. അഫ്ഗാനിസ്ഥാൻ, അർജന്റീന, അൾജീരിയ. അയ്യോ അത് രാജ്യമില്ല. അയ്യോ എന്ന് പറഞ്ഞ രാജ്യമില്ല, അത് പുതിയ രാജ്യമല്ല. അയ്യോ, പെട്ടെന്ന് 7 സെക്കൻഡ് കഴിയണത്. 7 സെക്കൻഡ് നീട്ടാൻ ചോദിക്കാം. അപ്പൊ ഞാൻ തന്നെ എഴുതി വെക്കട്ടെ, വെറുതെ വലിയ ബിൽഡപ്പ് ഒക്കെ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു എന്തായാലും ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനും പോയി മക്കളെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടു സ്പെൽ യുവർ നെയിം ബാക്ക്വേർഡ്. അതായത് കാർഡ് സ്പെല്ലിംഗ് ബാക്ക് എന്ന് പറയാം. അല്ല, ലെറ്റേഴ്സ്. തുടങ്ങി മതി. ഒരു മിനിറ്റ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. പറഞ്ഞു. A F എഴുതി വെച്ചിട്ടില്ല. അത് മൈൻഡിന്ന് വരണിക്ക, സ്പോണ്ടേനിയസ് ആയിട്ട് മൈൻഡിന്ന് വരണം. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്തിട്ടാ. ഇനി അടുത്തത് എന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാനാണ് ചോദിക്കാൻ മോളിക്കാനോട്. അല്ല, ഞാൻ ചോദിച്ചല്ലോ കാനോട്. എന്നോട് ചോദിക്കാൻ ഭയങ്കര ചോദിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതാണ് എനിക്ക് തന്നെ വരുന്നത്. അപ്പൊ അടുത്തത് നമ്മളെ ചോദ്യം സെറ്റ് ചെയ്തേക്കട്ടെ. 7 സെക്കൻഡ് ഉള്ളൂ കേട്ടാ. 5 പാട്ടുകൾ വെച്ചിട്ട് 5 പാട്ടുകൾ. എന്താണ് കണ്ടീഷൻ? മനസ്സിലാവാത്ത രീതിയിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്നോട്. യെസ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. 5 പാട്ടുകൾ പാടണം നീ. 5 പാട്ടിന്റെ ഫസ്റ്റ് വരി പാടാനൊന്നും പറ്റില്ല, പറയാ പെട്ടെന്ന്. 7 സെക്കൻഡ് പറഞ്ഞാ മതി. പറയാ 5 പാട്ടിന്റെ വരി വാ വെച്ചിട്ടുള്ള കാര്യം തുടങ്ങേണ്ടത്. ബാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷാ? മലയാളം മതി. മലയാളം. അപ്പൊ റെഡി? 1 2 3. വാവാ മനോരഞ്ജിനി, വരമഞ്ഞലാടിയ,
വാർത്തിങ്കൾ പെണ്ണല്ലേ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് വിജനതയിൽ വിജനതയിൽ പറഞ്ഞു 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 അഞ്ചെണ്ണം പറഞ്ഞേ. രണ്ടാമത്തെ ഞാൻ ഓക്കെയാണ്. എനിക്കൊരു പോയിന്റ് ആണ്. ഉമ്മച്ചിക്ക് ഒരു പോയിന്റ് എന്ന് പറയുമ്പോ ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ് ഇരിക്കണത്. പാട്ട് ഫേസ് ആയിട്ട് ഞാൻ പറഞ്ഞ പാട്ട് പറഞ്ഞത് ഓർമ്മയില്ല. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഞാൻ ശ്രദ്ധിച്ചില്ല. അതിട്ടാ നമുക്ക് വീഡിയോ നോക്കാല്ലേ കറക്റ്റ് ആണോ എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്തായാലും മുസഫറെ ഉമ്മച്ചി ചേച്ചി പറഞ്ഞപ്പോ എല്ലാത്തിന്റെ മുഖം എന്താണ് ഇങ്ങനെ? എന്റെ പെൻസിൽ എവിടെ പോയി? ഓക്കെ ഫൈൻ. അപ്പൊ ഇക്കാനോട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണു. ഇക്കാനുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇക്ക. ഇക്കാടെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ഞാൻ ടൈമർ ആദ്യം സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടാ. അയ്യോ ഇക്കാടെ ഫോണിൽ ഞാൻ എന്റെ തമ്പ് വെക്കണം. 7 സെക്കൻഡ് ആക്കും. ഇതെന്താ എപ്പോഴെപ്പോഴും മാറണേ? ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ 70 തൊട്ടിട്ട് 80 വരെ എന്ന് വിചാരിക്കണ്ട. 70 തൊട്ട് 60 വരെ മലയാളത്തിൽ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യണം. ബാക്കിലോട്ട് എണ്ണണം. റെഡിയാണോ? റെഡി 1 2 3 സ്റ്റാർട്ട്. 70 69 68 67 66 65 64 63 62 61 60. ഇതെങ്ങാനൊക്കെ പറഞ്ഞായിരുന്നില്ലെങ്കിൽ പിള്ളേര് വന്നടിച്ചേനെ. എല്ലാരും ഭയങ്കര പോലെയാണ് എന്നാലും ആർക്കറിയാത്ത. ഓക്കെ അപ്പൊ രണ്ടാൾക്ക് വരെ മാർക്ക് ഉണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടുപേരും ഓക്കെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് സത്യം. ചോദിക്ക് വേഗം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആന്തരികാവയവങ്ങളുടെ പേര്. ഇന്റേണൽ ഓർഗൻസിൽ എത്ര എണ്ണം വേണം? ഒരു 5 എണ്ണം. 5 എണ്ണം. 10 എണ്ണം. 7 സെക്കൻഡ് കൊണ്ട് 10 എണ്ണം പറയാം. നമുക്ക് അതിന് 10 ആന്തരികാവയവങ്ങൾ ഉണ്ട്. 10 എണ്ണം പറയാം. എന്തെങ്കിലും റിഡക്ഷൻ 10 എണ്ണം 7 സെക്കൻഡ് 10 സെക്കൻഡ് ആക്കാൻ പറ്റില്ല. ഇത് 7 സെക്കൻഡ് ചലഞ്ച് 7 സെക്കൻഡ് 10 സെക്കൻഡ് 7 ആക്കാൻ പറ്റുമോ? 8 ഇല്ലേക്കോ? ഇക്കെന്ത് പറയണത്? 7 സെക്കൻഡ് കൊണ്ട് 8 അവയവങ്ങൾ ഇക്കെന്താ പറയണേ? 7 പ്ലീസ് 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 പ്ലീസ്. അങ്ങനെ ഒരു മയത്തിലോ കൊടുക്കണേ. വാക്ക് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഓക്കെ ആന്തരികങ്ങളുടെ. ഓക്കെ റെഡി 1 2 3. ചെറുകുടല് വൺകുടല് പ്ലീഹ പിന്നെന്താ കരള് ലിവറില്ല ഹാർട്ട് പിന്നെന്താണ്ടെന്നാണ് ചോദിക്കുന്നത്. അതെന്ത് ആന്തരികമാണ്? പ്ലീഹുണ്ട് പ്ലീഹ അതെന്തോ സാധനമാണ്. അപ്പൻഡിക്സ് ഉണ്ടായിരുന്നു. അയ്യോ എന്തൊക്കെ ഉണ്ടായിരുന്നു പറയാന്. അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് അവിടെ വരുന്നില്ലേക്കാ വിചാരിച്ചു. അടുത്ത പറഞ്ഞോളൂ. ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 7 സെക്കൻഡ്. ഈ കളർ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞോണേ. റെഡി 1 2. ഞാൻ പിടിക്കാം. എനിക്ക് ഇക്കാനത്ര വിശ്വാസമില്ല. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഇക്കാനോട് 3rd ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ്. 3rd ക്വസ്റ്റ്യൻ ഈസി ആണ്. പെട്ടെന്ന് പറയണോട്ടാ. അധികം വെയിറ്റ് ഒന്നും ചെയ്ത് നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് പറയണോട്ടാ. ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ 5 മലയാളം മൂവീസിന്റെ പേര് പറയണം. സിമ്പിൾ. ആരുടെ ഇക്കടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടറിന്റെ ഇക്കടെ ആക്ടർ ആരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട? 2-3 ആൾക്കാരുണ്ട്. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് 5 സിനിമ അത് ഞാൻ ഫേവർ ചെയ്ത് കൊടുത്തതാട്ടത്. പറഞ്ഞോട്ടെ പാവം. അപ്പൊ തുടങ്ങാൻ പോണേ. റെഡി 1 2. ഓ മൈ ഗോഡ്. റെഡി 1 2 3 സ്റ്റാർട്ട്. മഴ, വെള്ളിമൂങ്ങ, മരുഭൂമിലാന, ബയ്യ ബയ്യ. മഴയില് ബിജുമേനോനാണോ? മഴ ബിജുമേനല്ലേ? അവനല്ലാണ്ട് മനസ്സിലായി. ഒരെണ്ണം കൂടി പറയാൻ
എന്ത് ഫാനാണ് എന്ത് ഫാനാണ് അത് ഞാൻ വിചാരിച്ചിട്ട് ബിജു മേനോന്റെ ഫാനായ പെട്ടെന്ന് പറയുന്നു വിചാരിച്ചിട്ടല്ല ഞാൻ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിക്കുമ്പോ പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് വൻകുടന്റെ ചെറുകുടലത്തിന്റെ കാര്യത്തിൽ പറ്റി സംഭവിച്ചത് ഇങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെ ഇട്ടേക്കണേ? ഞാൻ എന്നോട് ചോദിച്ചോളൂ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിലൊക്കെ പോയി നിന്നോട് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ എനിക്ക് ഫോർത്ത് നിന്നോട് ചോദിക്കാനുള്ള ഫോർത്ത്. ഇതിൽ നീ ആര് ചോദിച്ചത്? ഇപ്പൊ ഞാൻ ചോദിച്ചേ തോറ്റു. പിന്നെ 4 പറഞ്ഞിട്ട് ഇപ്പൊ ജയിപ്പിക്കാ ഞാൻ. വേഗാവട്ടേക്കാ അതില് സെറ്റ്. അപ്പൊ ഇനി സിമ്പിള് കാര്യങ്ങൾ കേട്ടാ. അപ്പൊ ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ സപ്പിനോട് ചോദിക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടത്, പെട്ടെന്ന് എനിക്ക് പറയാം. ഞാൻ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ആക്ടറിന്റെ പേര് കൊടുത്തു. പിന്നെ 60 തൊട്ടിട്ട് 70 തൊട്ട് 60 വരെ എണ്ണാൻ കൊടുത്തു. ഇക്ക ചോദിക്കണ എന്തൊക്കെയാണ് എന്നോട്? എനിക്ക് നീ ആക്ടർ ഇത് പറഞ്ഞില്ലേ സിനിമ, അപ്പൊ ഞാൻ നിനക്ക് സിമ്പിൾ ആയിട്ട് മോഹൻലാല് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മോഹൻലാലിന്റെ മാസ് 5 ഡയലോഗ് സിമ്പിൾ ആയിട്ട് പറയാം. 5 ഡയലോഗ് പെട്ടെന്ന് കഴിയില്ലേ? ഓക്കെ, റെഡി അല്ലേ? ക്യാമറ ഓൺ ആക്കട്ടെ. റെഡി, 1 2 3. സവാരി ഗിരിഗിരി പോമോനെ ദിനേശ, നിന്റെ തന്തയല്ല എന്റെ തന്ത, മുത്തുക്കാവു അല്ലോ ഒരെണ്ണം കൂടെ. മുത്തുക്കാവെന്ന് പറഞ്ഞ ഒരു ഡയലോഗ് അല്ലായിരുന്നേ. 5ാമത്തെ ഒരെണ്ണം. വെരി ബാഡ്. ഒരു ഡയലോഗ് പറയാൻ മുത്തുക്കാന്നല്ല മുത്തുക്കാവു എന്നാണ് പറഞ്ഞത്. നിക്ക പറഞ്ഞ 5 എണ്ണം ഭയങ്കര ഫേവർ ചെയ്താണ്. 5 ഡയലോഗ് ഒക്കെ പറയാനായിട്ട് തോറ്റില്ലേ? ഒരെണ്ണം ഇതേപോലെ എനിക്കുണ്ടല്ല ഒരു പേരാണ് കിട്ടിയില്ല ഫിലിമിന്റെ. ഡയലോഗ് എന്താണ്? സവാരി ഗിരിഗിരി എന്താണ് എന്റെ തന്തയല്ല നിന്റെ തന്ത? അത് ഭയങ്കര നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുത്തപ്പോളേ നമ്മക്ക് കിട്ടേണ്ട പണം നിന്ന് അടിപൊളി ഡയലോഗ് അല്ല, വൈറലായ ഡയലോഗ് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിക്കാം. എന്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇക്കാട് വെരി സിമ്പിൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. മമ്മൂട്ടി പോലീസായിട്ട് അഭിനയിച്ച 6 ഫിലിമിന്റെ പേര്. 6 വേണം. 5 മതി. ഞാൻ പറഞ്ഞോ ഇങ്ങോട്ട് കാട്ട്. 5 മതി. എന്നാ 5 ഓക്കെ. 5 ഉണ്ടാ? അയ്യോ ഞാൻ ഇട്ടുപോയി. കാലോചിക്കാൻ സമയം കിട്ടുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. ആവനാഴി ഇൻസ്പെക്ടർ ബൽറാം. അയ്യോ പറയാറുന്നില്ലേ CBI ഡയറക്ടർ 1 2 3 4 പറയാറുന്നില്ലേ? എന്തൊക്കെ ഞാൻ പറയുന്നു വിചാരിച്ചു മോശമായി പോയിട്ടാ. ഒക്കത്തെ പരാജയം. ഇത് ഭയങ്കര 7 സെക്കൻഡ് ആയാലും നമ്മൾ പെട്ടെന്ന് എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടണില്ല, ആലോചിക്കാൻ സമയമില്ല. ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചോളൂ. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല സത്യം. 5ാമത്തെ ക്വസ്റ്റ്യന് വെരി വെരി സിമ്പിൾ ചോദിക്കാൻ പോണേ കൂടാ. നിനക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ജയിച്ചിരിക്കും. ജയിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ കഥ പോയിട്ടാ. പുളിയുള്ള 5 ഫ്രൂട്ട്സിന്റെ പേര്. ആലോചിക്കാൻ നേരില്ല. റെഡി 1 2 3. ഓറഞ്ച്, മുസംബി, സ്ട്രോബെറി, പൈനാപ്പിള്. അല്ലാഹുവേ, ഒന്ന് സ്ട്രോബെറി. സ്ട്രോബെറി അല്ല, വളരെ എന്താണ് സത്യം? 5 വെരി സിമ്പിൾ ആണ് ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തത്. വെരി സിമ്പിൾ, അതുപോലും പറയാൻ പറ്റില്ല. പൈനാപ്പിൾ, ഓറഞ്ച്, മുസംബി, നാരങ്ങ പറഞ്ഞാൽ മതിയായിരുന്നില്ല. നാരങ്ങ നീ പറഞ്ഞില്ല. എന്താ ചെയ്യാ?
ഓക്കെ, ഇനി എന്റെ 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പഠിച്ചോന് ഇത് കിട്ടരുതേ. അതായത് ഇതിപ്പോ ഞാൻ പറഞ്ഞ ഞാൻ ജയിച്ചില്ലേ നീ? ആ ഇല്ല, ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈച്ച്. അതെ. അപ്പൊ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഞാൻ ഇത് ഓണാക്കി ഇതൊക്കെ ആലോചിക്കാൻ സമയം ഞാൻ ഒട്ടും കൊടുക്കൂല. എന്നിട്ട് ഇതാക്കണല്ലേ. നീ എത്ര ചോദിച്ചോ? ഞാൻ റെഡിയല്ലേ? റെഡിയാണ്. ഈ ആത്മവിശ്വാസം എപ്പോഴും വേണം കേട്ടോ. ഓക്കെ, 5 അറബിക് ഫുഡിന്റെ പേര് പറയാം. 5 അറബിക് ഫുഡ്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ബലാലിയത്ത്, മജ്ബൂസ്, ഫൂള്, ബേൽ ടൊമാറ്റ്, ബിരിയാണി 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 പറയായിരുന്നു. അത് ശരിയായിരുന്നു. ബിരിയാണി പറഞ്ഞു, മജ്ബൂസ് പറഞ്ഞു, എന്താ പേര്? അത് ഞാൻ ഇതുവരെ കേൾക്കാത്ത പേരായിരുന്നു. സമൂസ പറയാറുണ്ട്. ചീസ് സമൂസ. എന്താണ് എന്നോട് ചോദിച്ചോളൂ. ഇനി സിമ്പിള് ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിള് ഇത് നീ പറഞ്ഞില്ലേ, വളരെ മോശം ട്ടാ. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണില്ല, അതാണ് അതിന്റെ പുതുമ. അതെ, ഇത് ഭയങ്കര ക്വസ്റ്റ്യൻ ആയിപ്പോ. ഇത് 7 സെക്കൻഡ് ആയിരുന്നു, നമുക്ക് ആലോചിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. നമുക്കൊരു 10 സെക്കൻഡ് ആക്കിയല്ലോ. ഇല്ല, 7 സെക്കൻഡ് ചലഞ്ച് 10 സെക്കൻഡ് എന്തുവാ പറയുന്നത്? ചോദിക്കാത്ത. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മളെ. ഇത് നിനക്ക് വെരി സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഞാൻ സിമ്പിൾ ചോദിക്കണം. സെക്കൻഡ് കൊടുക്കുമ്പോ പറയാൻ പറ്റാണ്ട് നമുക്ക് കൊടുക്കണ കംപ്ലീറ്റ് വെരി വെരി സിമ്പിൾ ആണ്. അപ്പൊ ഇത് ഇവര് എപ്പോഴും നിങ്ങൾ അടുക്കളയിൽ യൂസ് ചെയ്യണത്, നമ്മ എപ്പോഴും കഴിക്കണതിന് 7 ഫിഷിന്റെ കഴിക്കുന്ന ഫിഷിന്റെ മീനിന്റെ പേര് പറയണം. 7 ഒരു സെക്കൻഡ് ഞാൻ ആലോചിക്കുമ്പോഴത്തേനും റെഡി 1 2 3. അയല, ചെമ്മീൻ, കരിമീൻ, ചാള, കൂന്തള്, വെള്ളൂരി, അറിഞ്ഞില്, കണവ. അയ്യോ, ചേച്ചി സമ്മതിച്ചേ. അത് നീ പറയും, തിന്നണത് കാര്യമില്ല പറയും. അപ്പോഴും നമുക്കിട്ട് താങ്ങിട്ടാ പാവം ഞാന്. 2 എനിക്കിത് 2 പോയിന്റും എനിക്ക് 2 പോയിന്റ്, ഇക്കാക്ക് 1 പോയിന്റ് കേട്ടാ. അപ്പൊ ഞാൻ ആ ചീത്ത പേര് ഞാൻ മാറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇക്കാടെ 6th ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് കിടുക, അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപും കാവ്യമാധവനും അഭിനയിച്ച് 5 മലയാളം ഫിലിം സോങ് പറയണം. പേരല്ല, 5 സോങ് പറയണം. ഒരു ഫിലിമിനെ തന്നെ വേണമെങ്കിൽ പറയാം, നോ പ്രോബ്ലം. പക്ഷെ 5 സോങ് ഇക്ക പറയണം 7 സെക്കൻഡില്. റെഡി 1 2 3 സ്റ്റാർട്ട്. പറഞ്ഞോ പറ. കരിമീൻകുരുവി സിനിമയിലത്തെ പറ. എന്താണ് പറഞ്ഞു പോകരുത്. സപ്പി എല്ലാ ചലഞ്ചിലും തോൽക്കിടുന്നു. ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ഇക്കാക്ക്, ഒരു സിനിമയിലത്തെ തന്നെ പാട്ടുകൾ പറയാ. കരിമീൻകുരുവി എന്റെ എല്ലാം എല്ലാം അല്ലേ, അട്ടക്കടി പൊട്ടപ്പുള, അതൊക്കെ പറഞ്ഞുകൂടാർന്നു അതിലത്തെ തന്നെ. എന്തോ പെട്ടെന്ന് ചോദിക്കുമ്പോഴേ വെപ്രാളം കേറുന്നല്ലേ. അതാണ് ഈ ചലഞ്ചിന്റെ പ്രശ്നം കേട്ടാ. നമുക്ക് അറിയാവുന്നെങ്കിലും കൂടി പെട്ടെന്ന് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോണം. ഫ്രൂട്ട്സിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഫ്രൂട്ട്സിൽ ജയിക്കാറുണ്ട്, ഇന്റേണൽ ഓർഗൻസ് ജയിക്കായിരുന്നു. പക്ഷെ സമയം വേണമെന്നുള്ളൂ. പെട്ടെന്ന് 7 സെക്കൻഡ് ഭയങ്കര കുറവായി പോയി സത്യം. നമുക്ക് നമ്മളുടേതായിട്ട് നമുക്ക് വേണമെങ്കിൽ 10 സെക്കൻഡ് ചലഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ നമ്മളുടെ 7 സെക്കൻഡ് ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ് ഇപ്പൊ വിന്നർ? ഞാനാണ് വിന്നർ. സ്കോർ 2-1. ഓക്കെ,
2 ക്വസ്റ്റ്യന് ഇവള് ഉത്തരം പറഞ്ഞില്ലേ? 2 എണ്ണം ഞാൻ മര്യാദക്ക് പറഞ്ഞു. അപ്പൊ നമ്മ അപ്പൊ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര പരാതി അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ റാസൽ ഗെയിമേ തന്നെ നടക്കുന്നുള്ളൂ ലൈക്കാ. എല്ലാ ചലഞ്ചിനും ജയിച്ച് അതൊരു ശീലമായിരുന്നു മനുഷ്യന്. ഇപ്പൊ തോറ്റിരിക്കുകയാണ്. സാരമില്ല, ഫസ്റ്റ് തോൽവിക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. പിള്ളേരെ അപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ? ഉമ്മച്ചിയാണ് ഇന്നത്തെ വിന്നർ കേട്ടോ. ഓക്കെ, എല്ലാവരും എന്തോ പോലെ ഇരിക്കുന്നത്. തോറ്റു കൊടുത്തണം നോക്ക എന്റെ പൊന്നിപ്പൊ എന്താന്നൊക്കെ പറയണതൊക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത് ഞങ്ങൾ റാസൽ ഗെയിം വിട്ടിട്ട് തുടങ്ങാണ് ഗൈസ്. റാസൽ ഗെയിമിന് പുറത്തുള്ള എമിറേറ്റ്സിലോട്ട് ഞങ്ങൾ പോവാൻ തുടങ്ങാണ്. ലൈക്ക് റാസൽ ഗെയിം ഒരുവിധം നമ്മള് കവർ ചെയ്തിട്ടുണ്ട് നമ്മളെ കണ്ടില് ചെയ്യാവുന്ന. അപ്പൊ എല്ലാവരും ഞങ്ങളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, സീ യു സൂൺ. അസ്സലാമു അലൈക്കും.